യുദ്ധം അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കാരണം പാകിസ്ഥാൻ ഒരു രീതിയിൽ ഒരു എന്താ പറയുക, ഇതിനെ ഒരു പീസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാനോ ഡീ എസ്കലേറ്റിങ്ങിനോ ഒന്നും ശ്രമിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾറെഡി അവരൊരു ഇന്റർനാഷണൽ മീഡിയയിൽ കൊടുക്കുന്ന കുറച്ച് ന്യൂസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഫൈറ്റ് ജെറ്റുകൾ നശിപ്പിച്ചു, അല്ലെങ്കിൽ ഇന്ത്യൻ സിറ്റികളൊക്കെ അവർ ഡ്രോൺ ഇടുന്നുണ്ടെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. ഇവിടുത്തെ മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പാകിസ്ഥാന് വേണ്ടി പ്രവർത്തിക്കുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. പല മീഡിയാസും ജസ്റ്റ് നോക്കിയാൽ മതി. ഇന്നലത്തെ ന്യൂസ് പറഞ്ഞാൽ കറാച്ചി പിടിച്ചെടുത്തു, ലാഹോർ പിടിച്ചെടുത്തു, പിന്നെ വേറെ പല സിറ്റികളും പിടിച്ചെടുത്തു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യയാണ്. ബലൂചിസ്ഥാൻ ആർമിക്ക് വേണ്ടി ഇന്ത്യ പ്രവർത്തിക്കണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാന് ഫേവറബിൾ ആയിട്ടാണ് ശരിക്കും ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമപ്രവർത്തകരും പ്രവർത്തിക്കുന്നത്. ഓരോ സെക്കൻഡിലും ലൈവ് അപ്ഡേറ്റ് ആണ്. അതിപ്പം അവരുടെ റിപ്പോർട്ട്, ഗ്രൗണ്ട് സീറോയിൽ അവരുടെ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അവർ കൊടുക്കുന്ന ലൈവ് അപ്ഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ കൂടി നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ട്, യുദ്ധത്തിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളും ലൈവായിട്ട് പുറത്ത് പറയരുത്. പക്ഷേ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ലൈവ് അപ്ഡേറ്റ് ആണ് പോണം. ടോട്ടലായിട്ട് ഒരു സെക്കൻഡ് പോലും അവരുടെ മറ്റേ റേറ്റിങ്ങിനെ ബാധിക്കുന്ന രീതിയിൽ അപ്ഡേറ്റുകൾ വിടാതിരിക്കത്തില്ല. ഇന്നലെ രാത്രി തന്നെ ഏകദേശം ഒരു 5 മണിക്ക് വന്ന ഒരു ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിരുന്നു. അറ്റാക്ക് ആണോ അല്ലേന്ന് കൂടി അറിയത്തില്ല. ഇനി അവർ ഫേക്ക് ആയിട്ട് എടുത്താന്ന് പോലും അറിയത്തില്ല. നമ്മൾ കാണുന്നത് മലയാളത്തിലെ ഒരു ന്യൂസ് ചാനലാണ്, 24 കാണുന്നത്. അപ്പൊ നോക്കിയപ്പോൾ അത് ഡ്രോൺ വരുന്നത് കണക്ക് ഒരു സൈറന്റെ സൗണ്ട് ഉണ്ട് ഒക്കെ അവിടെ കാണിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ശരിക്കും പറഞ്ഞാല് പാകിസ്ഥാനെ നമ്മുടെ ഒന്ന് സർവൈലൻസിന് വേണ്ടി വേറെ നോക്കിയൊന്നും വേണ്ട. ജസ്റ്റ് നമ്മുടെ ഈ മീഡിയാസിന്റെ ന്യൂസ് മാത്രം വെച്ചുകൊണ്ടിരുന്നാൽ മതി. കൃത്യമായിട്ട് ലൈവ് അപ്ഡേറ്റ് അവർക്ക് കിട്ടും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ നോക്കിയോ, ഇപ്പൊ രാവിലെ ഇന്ത്യ പ്രധാനമന്ത്രിയും നമ്മുടെ സൈനിക തലവന്മാരും എല്ലാവരും ചെന്നൊരു മീറ്റിംഗ് ഉണ്ട്. അതുൾപ്പെടെ അതിന്റെ ടൈം ഉൾപ്പെടെ അത് മീഡിയാസ് പറയുന്നുണ്ട്. എല്ലാ നേതാക്കന്മാരും അങ്ങോട്ട് പോകുന്നുണ്ട്, സർവകക്ഷി യോഗമുണ്ട്, അതാണ് മറ്റേതാണ്. A to Z ലൈവ് അപ്ഡേറ്റ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് അത് ഇവരിങ്ങനെ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ക്രെഡിബിലിറ്റി അവർ നോക്കുന്നില്ല. ഇത് ഇഷ്യൂ ചെയ്യേണ്ട ആവശ്യം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ജസ്റ്റ് ഒന്ന് കാര്യം നോക്കിയാൽ മതി. നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ട് മീഡിയ ഇപ്പം 24 ആജ് തക്കോ തമിഴ്നാട്ടിലെ മീഡിയാസ് നോക്കി കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുന്ന, ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ചാനലിലാണ്. ജസ്റ്റ് നോക്കിയാൽ മതി. റിപ്പോർട്ടേഴ്സ്, 24, ഏഷ്യാനെറ്റ് മലയാളത്തിലെ മിനിമം 30 to 40, 50K വരെ വ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സെയിം സമയം നമ്മൾ ആജ് തക്കോ അല്ലെങ്കിൽ NDTV റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ അത്ര രീതിയിൽ ഇപ്പൊ പോകുന്നില്ല. ജസ്റ്റ് നോക്കിയാൽ മതി നിങ്ങൾ തന്നെ. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇത്രയും എന്താ പറയാ, മലയാളികൾ ഇതിനെപ്പറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സംഭവം. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് അവർ കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ് നമ്മുടെ മീഡിയാസ്. കാരണം അവർ ഓരോ സെക്കൻഡും പുതിയ ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഡ്രോൺ അറ്റാക്ക്, ഇവിടെ സ്ഫോടനം, പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഇതുമില്ലാതെ. കറാച്ചി എയർബേസ് നശിപ്പിച്ചു, കറാച്ചി തുറമുഖം നശിപ്പിച്ചു, കറാച്ചിയിലെ ബാക്കി സാധനങ്ങളൊക്കെ ഇന്ത്യ പിടിച്ചെടുത്തു എന്നാണ് 24-ന്റെയും റിപ്പോർട്ടറിന്റെയൊക്കെ ന്യൂസ് വന്നത്. റിപ്പോർട്ടറിന്റെ വേറൊരു ന്യൂസും ഉണ്ടായിരുന്നു, ഇന്ത്യ മുഴുവൻ അടച്ചിട്ടു, ഇന്ത്യയുടെ എയർപോർട്ട് മുഴുവൻ അടച്ചിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡോക്ടർ അരുൺകുമാറിന്റെ ഒരു കാര്യം ഇവിടെ പറഞ്ഞായിരുന്നു. ശരിക്കും പറഞ്ഞാല് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല്, രാജ്യയുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിനെ വിറ്റ് കാശ് ഉണ്ടാക്കുന്നതിന് പകരം ബേസിക്കലി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് അപ്ഡേറ്റ് കൊടുക്കാതെ ഇപ്പോൾ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല. ജനങ്ങൾക്ക് അറിയണമെന്നൊരു ആകാംക്ഷ ഉണ്ടല്ലോ എല്ലാവർക്കും. പക്ഷെ ലൈവായിട്ട് അപ് ടു ലൈവ് ഓരോ സെക്കൻഡ് മിനിറ്റും ആ രീതിയിൽ അപ്ഡേറ്റ് പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് നമ്മളെക്കാൾ ഉപയോഗം ഉണ്ടാക്കുന്നത് അയൽ രാജ്യക്കാർക്കായിരിക്കും. അത്രേ എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇന്നലെ വന്നൊരു ഫേക്ക് ന്യൂസ് ആയിരുന്നു, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിലെ ഓയിൽ ഇല്ല, ഇപ്പൊ പെട്രോൾ എല്ലാവരും അടിച്ചു വെക്കണം, പിന്നെ ഫുഡ് ഗ്രെയിൻസുകൾ എല്ലാം തീർന്നു, എല്ലാവരും സാധനങ്ങൾ വാങ്ങി വെക്കണം, മൊബൈൽ ഫോണ് ബാറ്ററി ഒക്കെ എക്സ്ട്രാ വാങ്ങി വെക്കണം, ചാർജ് പോകും. അങ്ങനെ പല രീതിയിലാണ് ഫേക്ക് ന്യൂസ് എല്ലായിടത്തുനിന്നും വരുന്നത്. അപ്പം ഇതിന്റെ ഒരു ശരിക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ശരിക്കുള്ള ന്യൂസ് വരുന്ന സമയത്തോടും നമ്മൾ വിശ്വസിക്കത്തില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ യുദ്ധത്തിന്റെ നമ്മൾ ആദ്യം നമ്മളെ സിവിലിയൻസിനെ അടിച്ചു, നമ്മൾ തിരിച്ച് അവരുടെ ടെററിസ്റ്റ് ഗ്രൂപ്പ് വളരെ പ്രിസൈസ് ആയിട്ട് ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് അവരുടെ മിലിറ്റന്റ് ഗ്രൂപ്പിനെ മാത്രം അറ്റാക്ക് ചെയ്ത ഒരു സംഭവമായിരുന്നു. അതിനുശേഷം നമ്മൾ തന്നെ ഇന്റർനാഷണൽ മീഡിയയിൽ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഒരു സ്പേസിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് ശേഷം നമുക്കൊരു അക്രമം വേണ്ട. കാരണം നമുക്ക് അടിക്കേണ്ട അവരുടെ ഭീകര താവളങ്ങൾ, ഭീകരവാദികളെയൊക്കെ അടിച്ചിട്ടുണ്ട്. ഏകദേശം 100 പുറത്ത് ഭീകരവാദികൾ അന്ന് മരിച്ചിട്ടുണ്ടായിരുന്നു.
പല ഉന്നതരായ ഭീകരവാദികളും അന്നന്ന് കൊല്ലപ്പെട്ടു എന്നൊരു ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് അവർ അവിടെ നിർത്താതെ അതിനുശേഷം അവർ തിരിച്ചടിച്ച ഒരു രീതി, ഇന്നലെ രാത്രി മെനഞ്ഞാന്ന് രാത്രിയാണ് ശരിക്കും ഇത് അവർ സ്റ്റാർട്ട് ചെയ്തത്. അവർ 400 ഡ്രോണാണ് അവിടുന്ന് പാകിസ്ഥാനിൽ നിന്ന് വന്നത്. നിങ്ങൾ ആലോചിച്ചോളൂ, ആ 400 ഡ്രോണിൽ ഒരു 10 ഇന്ത്യക്കകത്ത് വീണിൽ കൂടി ഒരുപാട് പേർക്ക് അപകടം, ഒരുപാട് ചോരപ്പുഴ ഒഴിയാൻ എന്നൊക്കെ നമുക്ക് പറയാം. കാരണം ഇസ്രയേലിലും മറ്റേ പാലസ്തീനും നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് രണ്ട് പക്ഷത്തിനും യുദ്ധം എന്ന് പറഞ്ഞാൽ രണ്ട് പക്ഷത്തിനും പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് വെച്ചാൽ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അത് അടിക്കാന്ന് പറഞ്ഞാൽ തിരിച്ചടിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഞാനും ഗവൺമെന്റിന്റെ കൂടെയാണ്. ഗവൺമെന്റ് എന്ത് തീരുമാനം എടുക്കുന്നോ ആ ഒരു പാർട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഈ മീഡിയ കൊടുക്കുന്ന ലൈവ് അപ്ഡേറ്റ് അത് ശരിക്കും നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണത് ഉപയോഗപ്പെടുന്നത്. അതുമല്ല, ഫേക്ക് ന്യൂസ്, വെറും നമ്മുടെ ഒരു ചാനലിന്റെ ഒരു റേറ്റിങ്ങിന് വേണ്ടി അവർ തന്നെ സ്വയം മെനഞ്ഞെടുത്തിടുന്ന കുറെ ന്യൂസുകളുണ്ട്, പ്രൊപ്പഗണ്ട ടൈപ്പ് ന്യൂസുകൾ. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ന്യൂസുകൾ നോക്കിയാൽ മതി, ഓരോ ന്യൂസ് ചാനലിലും ഓരോ തരത്തിലാണ് ന്യൂസ് വരുന്നത്. എന്നിട്ട് പല വീഡിയോസും അവർ ഉപയോഗിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ട്വിറ്ററിലൊക്കെ കിടക്കുന്ന പല ഓൾഡ് വീഡിയോസ് ഒക്കെയാണ് പലരും അവർ യൂസ് ചെയ്യുന്നത്. ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തന്നെ ഒരു ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിൽ നോക്കുമ്പോൾ മനസ്സിലാവും പലതും ഫേക്കാണ്. നമ്മൾ ശരിക്കും മലയാളം മീഡിയാസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പല മീഡിയാസിലും കാണുന്ന ന്യൂസ് എല്ലാം ഫേക്കാണ്, അതിന്റെ വീഡിയോസ് ഉൾപ്പെടെ. ഇപ്പം ഏറ്റവും ഉദാഹരണത്തിൽ പറഞ്ഞാൽ മാതൃഭൂമി ന്യൂസ്, നമ്മുടെ ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവരൊരു ഡ്രോണിനെ അടിച്ചിടുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇസ്രായേൽ. അത് ശരിക്കും പറഞ്ഞാൽ ഗെയിമിങ്ങിന് എടുത്താണ്. അതിന് ശേഷമാണ് അബദ്ധം പറ്റി ആ മാതൃഭൂമി തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ സമയത്ത് അതിന്റെ ആ വിഷ്വൽ കാരണം അവർക്ക് നല്ല റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരുപാട് പേര് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് ഒരുപാട് സ്ഥലത്ത് ഷെയറിങ് വന്നായിരുന്നു. പല സ്റ്റാറ്റസുകളും ഞാൻ കണ്ടിട്ടുണ്ട് ആ സെയിം സാധനം. പക്ഷെ അത് ഗെയിമിങ്ങിന്റെ ഒരു ഇൻട്രോ കണക്ക് ഒരു വീഡിയോ ആണത്. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അവരൊരു ഫാക്ട് ചെക്കോ ഒന്നും ചെയ്യാതെ അവർക്ക് ആ സമയത്ത് റേറ്റിംഗ് കിട്ടണം, അവർക്കൊരു കണ്ടന്റ് കിട്ടണം, അവരത് മാക്സിമം യൂസ് ചെയ്യുന്നതാണ് ശരിക്കും അവസ്ഥ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരുപാട് പേരുടെ സംസാരമുണ്ട്, ഈ നടക്കുന്നത് ഇന്ത്യ ഗവൺമെന്റ് അല്ല, ഇന്ത്യൻ ആർമിയാണ് നമുക്ക് വിശ്വാസം തരില്ല. എനിക്ക് പറയേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം റാഫേൽ വിമാനം വാങ്ങുന്ന സമയത്ത് ഇവിടെ കോൺഗ്രസ് ചെയ്ത കാര്യങ്ങൾ, S-14 ഇപ്പൊ നമ്മുടെ വജ്രായുധമായിട്ടുള്ള നമ്മുടെ സുദർശന ചക്രം എന്ന് പറയുന്ന S-14 വാങ്ങുന്ന സമയത്ത് ഇവിടെ നടന്ന പ്രശ്നങ്ങൾ, ദൂരം നാളുകൾ ഇവിടെ കേരളത്തിൽ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ ബാക്കി രണ്ട് രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ കാണിച്ച പ്രവർത്തകർ എല്ലാവർക്കും അറിയാവുന്നതാണ്. അഴിമതിയാണ് ആരോപിച്ച അഴിമതി ഇതില് ഇന്ത്യ ഗവൺമെന്റ് കാണിക്കുന്നു പറഞ്ഞുകൊണ്ട് ഇപ്പൊ മനസ്സിലായല്ലോ എല്ലാവർക്കും. അത്ര എനിക്ക് പറയാനുള്ളൂ. അതേണക്ക് തന്നെ ഇപ്പൊ അമേരിക്കയിൽ നിന്ന് ഒരു 5th ജനറേഷൻ ഒരു ഫൈറ്റർ ജെറ്റ് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്ന സമയത്തും പലരും പറയുന്നതാണ് എന്തിന് നമ്മൾ ഇങ്ങനെ വാങ്ങിക്കൂട്ടുന്നു, എന്തിന് ഇത് ചെയ്യുന്നു ഡിഫൻസ്. ഇപ്പൊ ഈ ശരിക്കും പറഞ്ഞാല് ഇപ്പോഴാണ് ശരിക്കും ഇന്ത്യക്ക് ഒരു ലീഡർ വന്നത്. ഇപ്പൊ നമുക്കറിയാം മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക്, ശരിക്കും മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് കീഴിലായിരുന്നെങ്കിൽ പാകിസ്ഥാൻ ബാക്കി കാണത്തില്ല. കാരണം അന്ന് അത്രയ്ക്ക് വലിയൊരു അടിയാണ് ഇന്ത്യക്ക് കിട്ടിയത്, തിരിച്ചു കൊടുക്കേണ്ട അടിയാണ്. പക്ഷെ അന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് ഈ പറയുന്ന അത്യാധുനികമായിട്ടുള്ള എന്താ പറയാ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റത്തില്ല, അതിനുള്ള ക്യാഷ് ഇല്ല എന്നാണ്. കാരണം കേരളത്തിന്റെ അവസ്ഥ കണക്ക് കേരളത്തിലെല്ലാം ഉണ്ട്, കേരളത്തിന്റെ ഫണ്ടും ഉണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ അഴിമതി A to Z അഴിമതിയാണ്. ഞാനൊന്നും പറയുന്നില്ല, A to Z അഴിമതിയാണ്. എങ്ങനെയെങ്കിലും സ്വന്തം കീശ നിറയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ക്യാഷ് അടിച്ച് മാറ്റാമെന്ന് ചിന്തിക്കുന്ന ഒരു ഗവൺമെന്റും അതിന് കുറെ ഒത്താശയുള്ള ഗവൺമെന്റ് സർവൻസും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ IAS ഉദ്യോഗസ്ഥരൊക്കെ അപ്പൊ കൊല്ലത്തൊരു നമ്മുടെ ആ റെയിൽവേ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിന് തൊട്ടടുത്താണ് ഈ ജില്ലാ കളക്ടറിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. ആ ഒരു ചെറിയൊരു ബസ് സ്റ്റോപ്പിന് അവരിട്ടേക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് 6 ലക്ഷം 7 ലക്ഷം രൂപ എന്നാണ്. ശരിക്കും പറഞ്ഞാൽ അതൊരു 1 ലക്ഷം രൂപയ്ക്ക് താഴെ നല്ല അടിപൊളിയായിട്ട് വെക്കാം. എന്തുകൊണ്ട് ആ കളക്ടർ അതിനെതിരെ കേസെടുക്കുന്നില്ല? നമ്മൾ സാധാരണ ജനങ്ങൾ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലടി വരും. എനിക്കൊക്കെ ഇപ്പം 2 or 3 തവണയായിട്ട് ഇപ്പം ആൾക്കാർ എൻ്റെ വീട്ടിൽ അടിക്കാൻ വന്നിരിക്കുക, പല സത്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു റോഡില്ല, അത് പറഞ്ഞാൽ എന്നെ അടിക്കാനായിട്ട് പലരും കാത്തിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇവിടുത്തെ കളക്ടർമാരൊന്നും ചെയ്യുന്നില്ല എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ സിവിൽ സർവീസ്, ഞാനൊക്കെ സിവിൽ സർവീസ് ഡൽഹിയിലൊക്കെ ഉള്ള സമയത്ത് സിവിൽ സർവീസ് നോക്കണം, ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഉള്ളവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരെ കുറ്റമല്ല. ഇപ്പം നമ്മുടെ പ്രശാന്ത് IAS ബ്രോയുടെ അവസ്ഥ കണ്ടില്ല, ഇപ്പൊ സസ്പെൻഷനിലാണ് പുള്ളിക്കാരൻ. അത് കണക്ക് ഭരിക്കുന്ന പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഓരോ ആ ഒരു ചായവില്ലെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാവും. നമ്മളെ വിഴിഞ്ഞത്തിൽ MT ചെയ്യുന്ന കണക്ക് അവർക്ക് സ്തുതി പാടിക്കഴിഞ്ഞാൽ അവർക്ക് വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അല്ലാന്നുണ്ടെങ്കിൽ
വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറും, സസ്പെൻഷൻ ആവും, നമുക്ക് ആൾക്കാർ ഉപദ്രവിക്കും, അങ്ങനത്തെ പല പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല, ഇതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. അപ്പം ഇന്ത്യ ഗവൺമെന്റ് അല്ല, ഇന്ത്യൻ ആർമിയാണ് തിരിച്ചടിക്കുന്നതെന്ന് പറയുന്ന പലരും ഉണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, അതിൻ്റെ ഏറ്റവും പുതിയതായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്ന എല്ലാം ഗവൺമെന്റാണ്. ഗവൺമെന്റും ഇന്ത്യൻ ആർമിയും കൂടെ ചേർന്നിട്ടാണ് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നതും പുതിയത് ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നതും. INS വിക്രാന്ത് ഒക്കെ നമ്മൾ കൊച്ചിയിലാണത് കമ്മീഷൻ ചെയ്തെടുക്കുന്നതൊക്കെ. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല, ജനങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരേ ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, ഈ ഒരു സ്ഥാനത്ത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന ആ ഗവൺമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നമ്മുടെ വയനാട്ടിലെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിച്ചിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ സമയത്ത് നമ്മളെ 26 സിവിലിയൻസിന് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ജസ്റ്റിസും കിട്ടത്തില്ലെന്ന് മാത്രമല്ല ഒന്നും ചെയ്യത്തില്ല. കാരണം ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് കാലം മുന്നേ ചെയ്യായിരുന്നു. 2002 അറ്റാക്ക് ആണെങ്കിൽ, മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ആണെങ്കിലും ഒക്കെ നമുക്ക് തിരിച്ചടിക്കാവുന്ന പല സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് മര്യാദയ്ക്ക് തിരിച്ചടിച്ചിരുന്നെങ്കിൽ പിന്നെയുള്ള വർഷങ്ങളിൽ വളരെ എന്താ പറയുക സെക്യൂർ ആയിട്ട് നമുക്ക് പോവായിരുന്നു. പക്ഷേ അന്ന് തിരിച്ചടിക്കാത്തതിന്റെ ഫലമാണ് ശരിക്കും ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇന്ന് അടിക്കുന്ന തിരിച്ചടി ഇനി ഭാവിയിൽ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗം ചെയ്യും. കാരണം ഇനി അവർ ഇന്ത്യയെ തൊടാൻ നല്ല രീതിയിൽ പേടിക്കും. ഇപ്പോൾ വെള്ളത്തിന്റെ അറിയാലോ, നമ്മുടെ ഈ 5 പഞ്ചഭൂതങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അടിയിടക്കുന്നത്. വായു, ജലം, ആകാശം, പിന്നെ മണ്ണ് എല്ലാം ചേർന്നിട്ടാണ് നമ്മൾ അടി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിന്റെ തന്നെ വെള്ളം തടഞ്ഞു വെക്കുക മാത്രമല്ല, യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തുറന്നു വിടുകയാണ്. നമ്മുടെ ഒരു മന്ത്രി ചെയ്ത കണക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡാം ടോട്ടലി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഫുൾ ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ഏരിയ വെള്ളത്തിലാവും. അപ്പം അതും കൂടെ ചേർത്ത് ചെയ്താണ് ഇന്ത്യ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. സോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു ഗവൺമെന്റാണ് നമുക്ക് വേണ്ടത്. ഇനി അങ്ങോട്ട് ഈ ഗവൺമെന്റ് ഭരിച്ചാൽ മതി, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇപ്പോൾ ഉള്ള ഗവൺമെന്റ് മാറണം. ശരിക്കും പറഞ്ഞാൽ മടുത്തു എന്ന് ഞാൻ A to Z എഴുതി വെച്ചുതരാം. കാരണം അഴിമതി, അത്രയ്ക്ക് അഴിമതി. നിങ്ങൾക്ക് അറിയാൻ മേത്തോട്ടാണ് ഗവൺമെന്റ് സെക്ടർ തൊട്ട് ബാക്കി എല്ലാ സെക്ടറിലും അഴിമതിയാണ്, ഫുൾ അഴിമതി. ഇങ്ങനെ ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധികം ആൾ മുന്നോട്ട് പോകത്തില്ല, തള്ളു മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ആവശ്യത്തിന് ഇപ്പം ഞാനൊരു വാക്സിനേഷന് വേണ്ടി നമ്മുടെ ഗവൺമെന്റ് ആശുപത്രി പോയ ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇല്ല, വാക്സിനേഷൻ ഇല്ലായിരുന്നു അവിടെ. ഡൽഹിയിലൊക്കെ ഞാൻ പറഞ്ഞാൽ ശരിയാവത്തില്ല, ഗവൺമെന്റിനെതിരെ പറയുന്നതാണ്. ഡൽഹിയിലൊക്കെ നമ്മൾ ഒരു എന്താ പറയുക ഡോഗ് ബൈറ്റിനോ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അപ്പം തന്നെ അവിടെ എല്ലാ വാക്സിനേഷനും ഏറ്റവും ചെറിയ ആശുപത്രി തൊട്ട് വലിയ ആശുപത്രി വരെ അവൈലബിൾ ആണ്. ഒന്നും അങ്ങനെ പുറത്തുനിന്ന് മേടിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മരുന്നുകൾ ശരിക്കും പറഞ്ഞാൽ പഴയ കേജ്രിവാൾ ഗവൺമെന്റ് വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഒരു മരുന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല, എല്ലാം തന്നെ അകത്തുണ്ട്, ടെസ്റ്റുകളെല്ലാം അകത്തുണ്ട്. അപ്പം അത് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. പ്രത്യേകിച്ച് വാക്സിനേഷനൊക്കെ ഞാനൊക്കെ ഈ ഡൽഹിയിൽ എന്ന് വെച്ചാൽ ഡോഗ് ബൈറ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ എന്താ പറയുക വളരെ കോമൺ ആണ്. ഡെയിലി ഒരു 5-6 കേസുകളൊക്കെ നമുക്ക് ഡെയിലി കിട്ടും. ഡെയിലി എന്ന് വെച്ചാൽ ഷുവറാണ്. കാരണം അത്രയ്ക്ക് തെരുവ് നായകളുള്ളൊരു സ്ഥലമാണ് ഡൽഹി എന്ന് പറയുന്നത്. അതിന് ആൾക്കാർ വളർത്തുന്ന നായ്ക്കളാണെങ്കിൽ അവർ സ്ഥിരം കൊണ്ടുവരുന്ന, നമ്മളെ കാഷ്വാലിറ്റി ഇരിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ വരുന്ന ഒരു ഇതാണ്. അത്രയ്ക്കൊന്നും കേരളത്തിൽ ഇല്ല സത്യം പറഞ്ഞാൽ. പക്ഷേ മേ ബി അതുകൊണ്ടായിരിക്കാം എന്തായാലും വാക്സിനേഷന് ചെറിയ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് പോലും നമ്മളെ ഗവൺമെന്റ് സാധിക്കുന്നില്ല. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല, തിരിച്ചടിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ ഈ മാധ്യമങ്ങളുടെ ലൈവ് അപ്ഡേറ്റ് നിർത്തണം. ജനങ്ങൾക്ക് ഇതിനെ ലൈവായിട്ട് കാണണം നിർബന്ധമൊന്നുമില്ല. 5-6 മണിക്കൂർ കഴിഞ്ഞാലും അതിന്റെ അപ്ഡേറ്റ് ജസ്റ്റ് ഒന്ന് കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ ലൈവ് പോയിരുന്ന് കറാച്ചി പിടിച്ചെടുത്തു, റാവൽപിണ്ടി സ്റ്റേഡിയം ഫുള്ള് തകർത്ത് പൊളിച്ചിട്ടു, അതൊന്നുമല്ല. അതിന്റെ സൈഡിൽ ജസ്റ്റ് ഒരു ഡ്രോൺ വീണെന്നാണ് അവരുടെ തന്നെ ന്യൂസ് വന്നേക്കുന്നത്. പക്ഷെ നമ്മുടെ ന്യൂസ് വരുന്ന സമയത്ത് സ്റ്റേഡിയം ഫുള്ള് നശിപ്പിച്ച് കിട്ടുന്ന രീതിയിലാണ്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യക്കൊപ്പം ദാറ്റ്സ് ഇറ്റ്.